സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ആ ഒരു പേരുദോഷം കേരളം മാത്രമല്ല, മലയാളികളുള്ള ഓരോ ഭാഗങ്ങളിലും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് പാടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. എന്നാൽ അതിൻ്റെ മുമ്പ് നടന്ന അയ്യപ്പ സംഗമത്തിൻ്റെ ആ ഒരു കോലാഹലം, അതും കേരളം ചർച്ച ചെയ്യാതെ. ആരായിരുന്നു അതിൽ മെയിൻ ആൾ? നമ്മുടെ വെള്ളാപ്പള്ളി. ആരാണ് വെള്ളാപ്പള്ളി? വായ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന, ഒരു വിഭാഗത്തെയും ഒരു ജില്ലയെയും മാത്രം കുറിച്ച് വർഗീയത പറയുന്ന ആ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി സുഖസുന്ദരമായി യാത്ര ചെയ്ത് കുശലങ്ങൾ പറഞ്ഞ് ആ ഒരു പരിപാടിയിൽ ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത, ആശീർവദിച്ച നമ്മുടെ പിണറായി വിജയൻ നടത്തിയ അയ്യപ്പ സംഗമത്തിലെ അതിൻ്റെ ചെലവുകളെക്കുറിച്ച് ഇപ്പതാ അവിടെയും ഒരുപാട് കള്ളത്തരങ്ങളും കൊള്ളയും സാമ്പത്തികപരമായിട്ട് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്താണ് സഖാക്കളെ, എവിടേക്കാണ് നിങ്ങൾ ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? പൊതു തെരഞ്ഞെടുപ്പിൽ ചോർന്നൊലിച്ചുപോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചുവരുമെന്ന് കരുതി പമ്പാ തീരത്ത് പന്തലൊരുക്കി UP മുഖ്യമന്ത്രിയുടെ പ്രശംസാപത്രവും വായിച്ച് വാ തുറന്നാൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയെ വിശ്വാസിയെന്ന് ആ വെള്ളാപ്പള്ളി വിളിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് അന്നേ രാഷ്ട്രീയ പഴി ഏറെ കേട്ടതാണ്. ഇപ്പോൾ ആ സംഗമത്തിന്റെ നടത്തിപ്പിലും അടിമുടി ക്രമക്കേടെന്ന രേഖാമൂലം പറയുന്നു സ്പെഷ്യൽ കമ്മീഷണർ. കൃത്യമായ കണക്കില്ല, ബില്ലില്ല, ഇവന്റ് മാനേജ്മെന്റിന് ടെൻഡറില്ല, അതിഥികൾക്ക് നൽകിയ അപ്പത്തിനും അരവണയ്ക്കും കണക്കില്ല. അങ്ങനെ നീളുന്നു കോടതിക്ക് മുന്നിലുള്ള റിപ്പോർട്ട്. ജനുവരി മാസം 28-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ചതാണ് ദേവസ്വം ബോർഡ് പണം നൽകിയോ എന്ന്. അന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു തന്ന പണമെല്ലാം തിരിച്ചടച്ചുവെന്ന്. എന്നാൽ സ്പെഷ്യൽ കമ്മീഷണർ ഇന്ന് പറയുന്നു ആ പണം തിരിച്ചടച്ചിട്ടേയില്ല എന്ന്. അയ്യപ്പന്റെ സ്വത്തടിച്ചു കൊണ്ടുപോയവർ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അയ്യപ്പന്റെ പേരിലെ പരിപാടിയിലെ വെട്ടിപ്പും വെളിപ്പെടുകയാണ്. വെട്ടിപ്പ് സംഗമമോ എന്നതാണ് ചോദ്യം.